ഗൈസ്, ആ കുട്ടി സൗണ്ട് കേൾക്കുന്നത് ജിതിനിയുടെ ഷൂട്ട് നടക്കുന്നതാണ്. അപ്പം നമ്മളങ്ങനെ ഇത് കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിക്കുകയാണ്. ഇവിടെ കുറച്ച് ലൈറ്റ് കുറവാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഒന്ന് തിരിച്ചു വെച്ചേക്കാം. ഓക്കെ അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടിരിക്കുകയാണ്. ഈ ഒരു മുഖം ആരും മറന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും എനിക്കിവിടെ അധികം വാചകം അടിച്ച് നിൽക്കാനുള്ള സമയമില്ല. കാരണം നമ്മളിന്നൊരു നിങ്ങളെ കാണാത്ത പോലെ തന്നെ ഞാനും ജിതിനും കാണുന്നതും വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നൊരു ഡേറ്റ് നൈറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് അണിഞ്ഞൊരുങ്ങി ഡേറ്റ് നൈറ്റിന് പോവുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ വഴിയേ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി സണ്ണി ഡേ ആണ്. നമുക്ക് സുഖമായിട്ട് ഇന്ന് നമ്മുടെ ഡിന്നർ ഡേറ്റിന് പോവാം. അപ്പം ഡിന്നർ ഡേറ്റ് എവിടെയാണ് എന്താ എന്നൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ അത് ഞാൻ റെഡിയായി, ഞാൻ എന്നെ തന്നെ കാണിച്ചു തരാം. ജിതിനും റെഡിയായി. ജിതിൻ ഇതിവിടെ ലേറ്റ് ആയിട്ട്, കാരണം നമ്മൾ റിസർവേഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ റിസർവേഷൻ എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ 5:15 ഡിന്നറിന് പോകണേ. അപ്പോൾ ഇത് ജിതിൻ ഇത് ഓടുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഞാനും ഓടട്ടെ. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസും ഇട്ട് കാണാം. കുറേ കാലത്തിന് ശേഷമായി ഞാൻ ഹീൽസ് ഇടുന്നു. കുറേ കാലമായിട്ട് ഹീൽസ് ഇട്ടിട്ടില്ല. അപ്പോൾ ഹീൽസ് ഇടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നടക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ശരി, കയറിയിട്ട് കാണാം. നമ്മൾ അപ്പോൾ അതേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. എനിക്കറിയാം, എനിക്ക് കുറേ എനിക്ക് ഒരു 1 month 2 month ഓൾമോസ്റ്റ് ആയി കാണും ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട്. പറ്റാത്തതുകൊണ്ടാണ്, എനിക്ക് ആഗ്രഹമില്ല എന്നിട്ടല്ല. പ്രത്യേകിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒരു ടോപ്പിക് എനിക്ക് ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് കണ്ടന്റ് എൻ്റെ ലൈഫിൽ പ്രത്യേകിച്ച് ജോലിക്ക് പോവുക, വീട്ടിൽ തിരിച്ചു വരിക, ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ബിസി ആയിപ്പോയി ലൈഫ്, ഈ ഒരു ജോബും കാര്യങ്ങളൊക്കെ. ഞാനൊന്ന് എങ്ങനെയാണ് ഈ ജോബിനെ അത് പഠിച്ച് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ജോബും ആ ലൈഫൊക്കെ കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഞാൻ അതേ പഠിച്ചു. അപ്പം അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാനും ജിതിനും ഞങ്ങളും കണ്ടുമുട്ടിയിട്ട് കുറച്ച് കാലമായി എന്ന് പറയുവാണെങ്കിൽ. അപ്പം ഞങ്ങളിത് പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നൊരു ഫൈൻ ഡൈനിങ് പോവാണ്. ഫൈൻ ഡൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അത്യാവശ്യം ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഒരു ഡിന്നർ ഡേറ്റ് ആസ്വദിക്കുന്ന പോലത്തെ ഒരു സംഭവം. അപ്പം അങ്ങനെ അടിപൊളിയായിട്ട് റെഡിയൊക്കെ ആയിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് വായിക്കൊള്ളാത്ത പേരുള്ള കുറച്ച് ഫുഡ്സും, അത് ഈ പറഞ്ഞ പോലെ മറ്റേ ഈ പ്ലേറ്റിൽ ഇത്രയും കണ്ട് ഫുഡ് വെച്ചിട്ട് ഇത്രയും കണ്ട് ഇങ്ങനെ കുറച്ച് സോസൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ സംഭവം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആർത്തിയോടെ കഴിക്കാനുള്ള ഫുഡൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു രസം, ഇതൊക്കെയല്ലേ ഒരു രസം. അപ്പോൾ ഞങ്ങളിന്ന് അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഓക്ലൻഡിൽ ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഫൈൻ ഡൈൻ ചെയ്യുന്നൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഓർബിറ്റ് 360 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുന്നേ റിസർവേഷനൊക്കെ എടുത്തു. അപ്പോൾ അതിങ്ങനെ ഈ ഓക്ലൻഡ് ഞാൻ എപ്പോഴും കാണിച്ചു തരാറില്ല, ഒരു സ്കൈ ടവറിന് ഈ സ്കൈ ടവറിൻ്റെ മുകളിലാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഓക്ലൻഡ് സിറ്റി കാണാം എന്നാണ് പറയുന്നത്. അതിൻ്റെ മുകളിൽ നമുക്ക് ആ വിൻഡോയുടെ അവിടെ തന്നെ ഇരുന്ന് അങ്ങനത്തെ ഒരു സീറ്റൊക്കെയാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഞാൻ കാണിച്ചു തരുന്നതല്ല. അപ്പോൾ നമുക്കും, കാരണം എനിക്കും കൂടുതലായിട്ട് അറിയില്ല, നമുക്ക് പോയിട്ട് കാണാം എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത്. എനിക്ക് കൈ കളയാൻ തുടങ്ങിയത് ഇങ്ങനെ പിടിച്ചിട്ട്. ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മൾ ഓർബിറ്റ് 360 പോവാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ നമുക്ക് തോന്നും ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ, കുറച്ച് കാട്ടിക്കൂട്ടലല്ലേ എന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനെയല്ല. എനിക്ക് ഇടയ്ക്ക് ഞാൻ അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഓർത്തപ്പോൾ എനിക്ക് തോന്നിയത്, നമുക്കിപ്പോൾ എന്തെങ്കിലും സാധനം നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിനൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് ഇല്ലേ? അതുപോലെ മനുഷ്യർക്കൊരു കറക്റ്റ് ഒരു എക്സ്പയറി ഡേറ്റ്, ഇന്ന ദിവസം നമ്മൾ എക്സ്പയറി ആവും എന്ന് അറിയുകയാണെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ സൂപ്പറായി എൻജോയ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കുറേ ഭാവിയിലോട്ട് അങ്ങ് എടുത്തു വെച്ച് ജീവിക്കാതെ നമുക്ക് ഇത്ര കാലമേ ഉള്ളൂ, അപ്പോൾ ഉള്ളത് മര്യാദയ്ക്ക് ജീവിക്കണം എന്നുള്ളൊരു തോട്ട് വരും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആവശ്യത്തിന് എടുത്തു വയ്ക്കുക, ആവശ്യത്തിന് നമ്മൾ എൻജോയ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു എൻജോയ്മെൻറ്റ് ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ എൻജോയ്മെൻറ്റും ഇന്ന് ഞങ്ങൾ പോകുന്ന ഡിന്നർ ഡേറ്റും ഇന്ന് അവിടുത്തെ ഓക്ലൻഡ് സിറ്റിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തായാലും നമുക്കിത് ഇന്ന് നല്ല വെയിലാണ്. ഇവിടെ സമ്മറൊക്കെ കഴിയാറായി, പക്ഷെ എന്നാലും ഇപ്പോഴാണ് ഇവിടുത്തെ വെയിൽ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഈ വെയിലൊക്കെ എൻജോയ് ചെയ്ത് അങ്ങ്
സിറ്റി വരെ എത്താം. ഒരു ഏകദേശം ഒരു 44 മിനിറ്റ്സ് കൂടി ഉണ്ട്. അത്യാവശ്യം ട്രാഫിക്കും ഉണ്ട്. ഇന്നിവിടെ ഒരു ഫ്രൈഡേ ആണ്. അപ്പോൾ ജിതിനൊന്നും ഓഫീസ് ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്കൊന്നും വർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് പോവാം. എന്താ ഇവിടെ ഇത് റോഡിലെ ആൾക്കാർ സമരം ചെയ്യണോ? അവരെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കറിയിട്ടു, അതുകൊണ്ട് കാണിക്കുന്നില്ല. ഇതാണ് അവസ്ഥ. നമ്മളിത് കുറേ നേരമായിട്ട് ട്രാഫിക്കിൽ പെട്ടിരിക്കുകയാണ്. എന്ത് ട്രാഫിക്കാണ്! എനിക്ക് പൊതുവേ ഞാൻ അങ്ങനെ ട്രാഫിക്കിൽ പെട്ട ചരിത്രം ഉണ്ടായിട്ടില്ല, കാരണം ഞാൻ ട്രാഫിക്കുള്ള സ്ഥലത്ത് പോയിട്ടില്ല. പക്ഷെ എൻ്റെ പൊന്നെ, ഈ സിറ്റിയിലൊക്കെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരെ സമ്മതിക്കണം. ഇതൊക്കെ ജോലി കഴിഞ്ഞ്, കാരണം ഇന്ന് ഫ്രൈഡേ ആണല്ലോ, ഇതൊക്കെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നവരും പോണവരൊക്കെയാണ്. പക്ഷെ നല്ല സ്കൈയും നല്ല സൂര്യനൊക്കെ ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ട്രാഫിക്കാണ്. അതെ, ബൈക്കിലൊക്കെ പോയാൽ പെട്ടെന്ന് വീട്ടിലെത്താം, അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ ട്രാഫിക്കിൽ കിടക്കേണ്ടി വരും. ജിതിനവിടെ ബോറടിച്ച് കുറച്ചു നേരം സ്റ്റിയറിംഗ് ഒക്കെ ഞാൻ പിടിക്കണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കണ്ടേ, എന്താ അങ്ങനെ ഒരു നോട്ടം. അങ്ങനെ എന്താ പറയാ, നമ്മൾ എത്തുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ സമയത്തിന് എത്തുമായിരിക്കും. 5:04 എത്തും. 5:15 ഞങ്ങളുടെ റിസർവേഷൻ. അപ്പം 5:04 എത്തും. പിന്നെ ചാടി പിടിച്ച് കയറാൻ അങ്ങോട്ട്. അങ്ങനെ ഇതേ നമ്മൾ ട്രാഫിക് ഒക്കെ കടന്നത് അങ്ങ് അകലെ കണ്ടു. സ്കൈ സിറ്റി അല്ല, സോറി, സ്കൈ ടവർ. ഇത് ഇങ്ങോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിലുള്ള എവിടെയോ ആണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരുന്നത്. എന്തുവാണോ ജിത്തു, ഹാപ്പിയാണോ? എക്സൈറ്റഡ്? എന്താ കഴിക്കണ്ടേ നമുക്ക് പോയിട്ട്? നോക്കാം. അതെ, മഴക്കൊള്ളാത്ത എന്തൊക്കെ പേരുകൾ. ആദ്യം പോയിട്ട് അതൊക്കെ എന്താന്ന് പഠിക്കട്ടെ. ചാറ്റിപ്പിറ്റിയോട് ചോദിച്ച് പഠിക്കണം, എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ എത്താറായി. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് കൂടി. ഒരു കല്ലൂരിയെ നമ്മുടെ ഒരു ഹോംലെസ്, ഇവിടെ എങ്ങനെയാ പറയുക, ഹോംലെസ് നമ്മുടെ വണ്ടിയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ട്രാഫിക്കിൽ നിൽക്കുക. അപ്പോൾ പുള്ളി എന്തൊക്കെയോ കുടിക്കുന്നുണ്ട്. എന്താ വിമ്മോ ഇറങ്ങി കുടിക്കുകയാണ്, അറിയില്ല. വണ്ടി നോക്കിയത് ചിത്തു. ജിതിൻ പറഞ്ഞില്ല, പക്ഷെ പുള്ളി പറഞ്ഞു സീ യു മൈ ബ്യൂട്ടിഫുൾ ലേഡി. ബേബി എന്നാണോ? അങ്ങനെങ്കിൽ അങ്ങനെ ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞല്ലോ. Turn right onto Wellesley Street West. Signs for Sky City Convention Centre. 2 more minutes. ഞങ്ങളിത് ലിഫ്റ്റ് കയറി. ഇത് എന്തോ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ്. അപ്പം നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പം ഞങ്ങൾ കണ്ടുപിടിക്കട്ടെ. ലെവൽ 3 എത്തി. അങ്ങനെ അവസാനം ഞങ്ങളുടെ അതികഠിനമായ പ്രയത്നം കാരണം ഒരു 10-20 മിനിറ്റിനകത്ത് ഞങ്ങൾക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റി. കാരണം ഈ ഒരു സ്കൈ സിറ്റി അല്ലെങ്കിൽ സ്കൈ ടവർ എന്ന് പറയുന്നത് കുറച്ചധികം തന്നെ ഉണ്ട്. നമുക്കവിടെ പല കാസിനോ, അതുപോലെ ഷോപ്സ്, ഇതുപോലെ വേറെ റെസ്റ്റോറൻറ്റ്സും ബാർ ഏരിയ, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ റെസ്റ്റോറൻറ്റിലെത്തി. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവരിങ്ങനെ കുറച്ച് ആൾക്കാരായിട്ടൊക്കെ ഇവിടെ കുറച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ സ്കൈ ടവറിൻ്റെ മുകളിലാണ്. അപ്പോൾ എൻ്റെ മുകളിലേക്ക് ലിഫ്റ്റിൽ കൊണ്ടുപോവാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. നമ്മളങ്ങനെ അമ്മീ എന്തിരുട്ട ഇതിനകത്ത് മറ്റേ ഇരുട്ടത്തും അതിൽ ക്ലസ്ട്രോഫോബിക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പേടിച്ചു പോട്ടോ. നമ്മളിപ്പോൾ 17, 18, 19, 20, ഇത് ഏറ്റവും എത്ര 52nd ഫ്ലോർ. ഓ മൈ ഗോഡ്, 52nd ഫ്ലോറിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓ വാവ്, അയ്യോ എനിക്ക് ചെവിയൊക്കെ അടയുന്നു. മറ്റേ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ചെവിക്കൊരു ഇത് വരില്ലേ. 39, 40. ഇവിടെ സ്കൈ ബാർ ഉണ്ട്. ഇത് അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട് ഈ സ്കൈ ബാർ. പിന്നെ ഓർബിറ്റ് 360. പിന്നെ സ്കൈ ജമ്പ്, അതൊരു ആക്ടിവിറ്റിയാണ്. നമുക്ക് ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ബഞ്ചി ജമ്പിങ് പോലെ ചാടുന്ന ഒരു സംഭവം. അപ്പം നമ്മളിത് ഇവിടെ 52.
അതെ നമ്മൾ നമ്മുടെ സീറ്റിൽ വന്നിരുന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കേൾക്കണ്ടോന്നൊക്കെ അറിയില്ല, ഇല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതായിരിക്കും. ഇവിടുന്ന് ഇത് ഫുൾ ഓക്ലാൻഡ് നമുക്ക് കാണാം. ഓ മൈ ഗോഡ്, നല്ല രസമല്ലേ. പിന്നെ ഇതിവിടെ കറങ്ങുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയൊരു കറക്കമുണ്ട്. നമ്മളിപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഈ 5:30 എന്നുള്ള സമയം എടുക്കാൻ തന്നെ കാരണം ഈ ഒരു സീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മളപ്പോൾ നോക്കിയപ്പോൾ ഈ ഒരു സീറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു വിൻഡോ ഒരു വ്യൂ ഉള്ള ഒരു സീറ്റിംഗ് കിട്ടണമെങ്കിൽ അത് മാത്രമേ നമുക്കൊരു ടൈമിംഗ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫൈൻ ഡൈനിങ് എന്താ എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ആ മെനു കണ്ടപ്പോൾ തന്നെ. നമുക്ക് ഒരു 3 സെറ്റ് ഓഫ് ഡിഷസിൻ്റെയാണ് എന്ന് വെച്ചാൽ സ്റ്റാർട്ടേഴ്സ്, മെയിൻ ഡിഷ്, അതുപോലെ ഡെസേർട്ട്സ്. അതിന് മുന്നേ നമുക്കിതുപോലെ വല്ല ഷാമ്പെയിനോ അല്ലെങ്കിൽ വൈനോ എന്താ വെച്ചാൽ നമുക്ക് ഓർഡർ ചെയ്യാം. നമ്മളിപ്പോൾ ഈ സ്പാർക്ലിംഗ് ഷാമ്പെയിൻ പോലത്തെ ഈ ഒരു സംഭവമായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് 1 ഗ്ലാസ് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം, 2 ഗ്ലാസസ് അല്ലെങ്കിൽ ഇങ്ങനെ ഫുൾ ബോട്ടിലായിട്ട് ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഫുൾ ബോട്ടിൽ തന്നെ എടുത്തിരുന്നു. അവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞിപ്പം ഓൾമോസ്റ്റ് ബിൽഡിങ്സിൻ്റെ ഒക്കെ അടുത്തെത്തി. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടെത്തും. ആണ് നമ്മൾ കറക്റ്റ്, നമുക്കിപ്പോൾ എൻ്റെ കറക്റ്റ് സ്ട്രെയിറ്റ് വ്യൂ അല്ല സൈഡ് വ്യൂ ഈ ബിൽഡിങ്സ് ആണ്. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടെത്തും. നമ്മൾ ഈ ഷാമ്പെയിൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു ബണ്ണും അതുപോലെ ബട്ടറും കൊണ്ടു തന്നിരുന്നു. എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ കഴിച്ച ഏറ്റവും അടിപൊളി ഒരു ബട്ടറായിരുന്നു അത്. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇങ്ങനെയാണ് നമ്മുടെ സീറ്റിങ്. ഒരു 360-യിലാണ് മൊത്തം വരുന്നത്. ഇതൊരു റൗണ്ട് ആയിട്ടാണ് ഇങ്ങനെ. അപ്പം മൊത്തം എല്ലാവർക്കും ഈ സൈഡിലിരിക്കുന്നവർക്കൊക്കെ ഈ ഒരു വ്യൂ ഒക്കെ കാണാം. അടിപൊളി ബട്ടർ, രക്ഷയില്ല. സൂപ്പറല്ല ബട്ടർ. ബ്രെഡിന് വരെ എന്താ ടേസ്റ്റ്. ഈ കാണുന്നതാണ് ഓക്ലൻഡ് വാർ മ്യൂസിയം. നല്ല രസമില്ലേ, ഒരു തവണ അവിടെ പോവാം. പിന്നെ ഇനി ഇത് ഈ കാണുന്നത് ആ കാണുന്നതല്ല, ഇവിടെ എവിടെ ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് വൺ ട്രീ ഹിൽ. ആ ഒരൊറ്റ മരം മാത്രം എന്തോ അവിടെ അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്. കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഗൈസ്, ഫുൾ കറക്കാണ്. കറങ്ങി എവിടേക്കോ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സമയത്ത് ഡിന്നർ കഴിക്കാൻ വന്നതിന് ഇപ്പം കണ്ടറിയാം നിങ്ങൾക്ക് ഇവിടെ ഒരു 5:30 ആവുന്നുള്ളൂ. ഈ സമയത്ത് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്ത് വന്നാൽ നമുക്ക് ഇവിടെ ഒരു 2 hours ഇരിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു സൺസെറ്റൊക്കെ ഇങ്ങനെ കണ്ട് ഒരു രാത്രിയൊക്കെ ആവുന്നതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാം. അതുകൊണ്ട് ഓ മൈ ഗോഡ്, നമ്മൾ വന്ന ആ ഒരു വഴിയൊക്കെ ഞാൻ അവിടുന്ന് നേരത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ, ഇതാണ് നമ്മുടെ സ്കൈ ടവറിന്ന് ആ ഒരു വഴി കാണിച്ചത്. ഇതാണ് ആ വഴി, ആ റോഡ്. ഈ റോഡിൽ കൂടി നമ്മൾ വന്നു. കണ്ടോ, തിരിഞ്ഞ് നമ്മളിത് ഇങ്ങനെയൊക്കെ എത്തി. തിരിഞ്ഞിരുന്ന് അങ്ങനെ പോകും. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് സംസാരിച്ചൊക്കെ ഇരുന്ന് ഇങ്ങനെ കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആയി നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഇത് ഫുഡ് വന്നു. അപ്പോൾ ആദ്യം നമ്മുടെ സ്റ്റാർട്ടറാണ് വന്നിരിക്കുന്നത്. പാൻസിയേഡ് സ്കാലപ്സും മേപ്പിൾ ഗ്ലേസ്ഡ് പോർക്ക് ബെല്ലിയാണ് നമ്മൾ സ്റ്റാർട്ടേഴ്സായിട്ട് ഓർഡർ ചെയ്തത്. എല്ലാം ഒന്നിനൊന്ന് മെച്ചെന്ന് പറയുന്ന പോലെയാണ്. അത്രയും അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ എല്ലാം നമുക്ക് ഒന്ന് ടേസ്റ്റ് നോക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഉള്ളൂ, പക്ഷേ ക്വാളിറ്റി ഒരു രക്ഷയില്ല, ഭയങ്കര സൂപ്പറാണ്. അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടേഴ്സൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്തിരിക്കുമ്പോൾ നമ്മളിതേ തിരിഞ്ഞ് നമ്മൾക്ക് നല്ല അടിപൊളി ഈ ഒരു വ്യൂവിലോട്ട് എത്തിയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ നമ്മളിവിടെ തിരിഞ്ഞെത്തിയപ്പോഴേക്കും സണ്ണൊക്കെ നമ്മുടെ മുഖത്ത് അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വ്യൂ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വ്യൂ ഒക്കെ കണ്ട് നമ്മുടെ ഓക്ലൻഡ് ബ്രിഡ്ജാണ് ആ കാണുന്നത്. അതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുമ്പോഴേക്കും നമ്മുടെ മെയിൻ കോഴ്സ് എത്തിയിരിക്കുകയാണ്.
പാസ്ചർ ഫെഡ് ആംഗസ് ബീഫ് ഫില്ലറ്റും ഹൊറാക്കി ഗൾഫ് ലോങ് ലൈൻ സ്നാപ്പറുമാണ് നമ്മുടെ മെയിൻ ഡിഷ്. ഇതിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് സംഭവം. പക്ഷേ എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാം. ബീഫൊക്കെ ഇത്രയും സോഫ്റ്റും ഇത്രയും ടേസ്റ്റിയും എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, എനിക്ക് ഇപ്പോഴും അത് ഓർക്കുമ്പോൾ എൻ്റെ വായിലിങ്ങനെ കപ്പലോടിക്കാനുള്ള വെള്ളം വരുന്നുണ്ട്. അങ്ങനെ ഇത്തവണത്തെ ആനിവേഴ്സറിക്ക് ഡിന്നറിനൊന്നും പോവാത്തതിൻ്റെ ആ ഒരു വിഷമം അങ്ങ് തീർത്തു. നമ്മൾ ആനിവേഴ്സറിയുടെയും കൂടി പ്രമാണിച്ചായിരുന്നു. അപ്പോൾ അതും ഇവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് സർപ്രൈസ് ആയിട്ട് ഇതുപോലെ ഒരു കപ്പ് കേക്കൊക്കെ തന്നു അവർ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പ് കേക്കൊക്കെ ഷെയർ ചെയ്ത് ഞങ്ങളുടെ ഇത്തവണത്തെ ആനിവേഴ്സറി ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഡെസേർട്ട് വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഡെസേർട്ടായിരുന്നു ഇത്. നമ്മൾ ഡെസേർട്ടിന് സെലക്ട് ചെയ്തത് ഇവരുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഓർബിറ്റ് ബ്രൗണിയും അതുപോലെ തന്നെ ഓസ്ട്രേലിയക്കാരും ന്യൂസിലാൻഡുകാരും അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ ദേശീയ ഡെസേർട്ടാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ട്രോബെറി പാവലോവയാണ്. അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇത്രയും അടിപൊളി ഡെസേർട്ട് ഇതൊക്കെ ട്രൈ ചെയ്യണം നമ്മൾ എപ്പോഴേലും ലൈഫിൽ ഒരിക്കലെങ്കിലും. ഇപ്പം ഇറങ്ങിയാൽ ഫണ്ടൊക്കെ സെറ്റാവും. സൺസെറ്റൊന്നും കാണുന്നുണ്ടല്ലോ എനിക്ക്. അതെ ഞങ്ങൾ അതിലേ ഓടിയത്. സ്പാർക്കറിയിലാണല്ലോ അവിടെ. അതേ കൂടെ ആ റോഡ് അങ്ങനെ ഓടി കടൽ വഴി അങ്ങനെ ഓടി മിഷൻ്റെ ഓടി. അപ്പം നമ്മുടെ ഡിന്നർ കഴിഞ്ഞു. നമ്മളിതേ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ വീട്ടിലോട്ടല്ല, വേറൊരു സ്ഥലത്തോട്ട്. അത് ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം. അതല്ല ഒരു രസം. അപ്പോൾ ഇതാണ് സ്കൈ സിറ്റി. കാണുന്നുണ്ടാവും സ്കൈ സിറ്റി. സ്കൈ സിറ്റിയിലെ സ്കൈ ടവറിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഡിന്നർ സൂപ്പർ. എൻജോയ് ചെയ്തോ? ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ഇവനെ എവിടേക്കൊക്കെ എന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് അവിടെ കാസിനോ ആണ്. സോ നമ്മൾ ഒരിക്കലും ഇനി കാസിനോ വരാം. പക്ഷെ കാസിനോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല. ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, പക്ഷെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അങ്ങനെ നടന്ന് ഹീൽസൊക്കെ ഊരേണ്ട അവസ്ഥയായി. വേറെ ഒന്നുമല്ല, ഞങ്ങൾ കാർ എവിടെ ഇട്ടേന്ന് മറന്നുപോയി. അപ്പോൾ കാർ അന്വേഷിച്ച് ഞങ്ങളൊരു 3/4 മണിക്കൂറെങ്കിലും ഈ കാർ പാർക്കിൽ കൂടെ തേരാപാര നടന്നിട്ടുണ്ട്. അങ്ങനെ 1 മണിക്കൂറിൻ്റെ തെരച്ചിലിനൊടുവിൽ ഞങ്ങളുടെ കാറ് കണ്ടുപിടിച്ചിരിക്കുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച പ്ലാൻ പോലെ നടന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കണം എന്നില്ലല്ലോ. പക്ഷെ എന്നാലും നോക്കാം. ഇനിയിപ്പോൾ കാറ് കിട്ടി, ഇനി ഞങ്ങൾ പുറത്തിറങ്ങട്ടെ, എന്നിട്ട് നോക്കാം എന്താ പ്ലാൻ അടുത്തത്. ഇനിയിപ്പോൾ പ്ലാനൊന്നും ചെയ്യുന്നില്ല. ഒരു കാർ പാർക്കിങ്ങിൽ അടുത്ത കാർ പാർക്കിലെത്തി. ഇനി ഇവിടെയും കാറിട്ടിട്ട് മറക്കണ്ടവർക്ക് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ജിദ്ദീൻ. നമ്മളപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. പോവാം. അപ്പം നമ്മളൊരു ഫെറി എടുക്കാൻ പോവുകയാണ് ഈ ഡെവൻ പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക്. ഒന്നുമില്ല, ചുമ്മാ ഒരു ഫെറി എടുക്കുക. നമ്മൾ ആ ഫെറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓക്ലാൻഡ് സിറ്റി നൈറ്റ് ഫുള്ള് ഈ ഫെറി ഇങ്ങനെ നല്ല രസമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫെറി എടുക്കണം എന്നാണ് ആഗ്രഹം. ഞങ്ങൾ ടിക്കറ്റ് എവിടെ നിന്ന് എടുക്കാമെന്ന് അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫെറി കയറാൻ പോവാണ്. ഞങ്ങളിത് ഫെറി കയറി. നമ്മുടെ നാട്ടിലെ ഫെറി പോലെ എനിക്ക് കൊച്ചിയിലൊക്കെ വന്ന വാട്ടർ മെട്രോ ഒക്കെ കുറച്ചുകൂടെ AC ഒക്കെ ആക്കിയില്ലേ, ആ ഒരു സംഭവം തന്നെ കാണിച്ചാറേ. ഇവിടെ കയറിയിരുന്നു ഇതുപോലെ മുകളിലേക്ക് കയറാൻ പറ്റും, പക്ഷെ നമുക്ക് ഇപ്പോൾ കയറാൻ പറ്റില്ല. പിന്നെ അതേ അവിടെ ഫുഡൊക്കെ എന്തൊക്കെയുണ്ട്. പിന്നെ ഇങ്ങനെ ഇവിടുന്ന് പുറത്തേക്ക് കാണാം. വിചാരിച്ചത്ര ഒരു രസമില്ല. രാത്രി ആയതുകൊണ്ട് ആ ഒരു ലൈറ്റ്സ് ഒന്നും മര്യാദയ്ക്ക് കാണില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ
അത്ര ക്യാമറയിൽ അത്ര ഇതാവുന്നില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഈവനിങ് ടൈമൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ രസമായിട്ട് കാണാമായിരുന്നു. ഞങ്ങൾ ആ ഇറങ്ങിയ ടൈമിലൊക്കെ കയറാൻ പറ്റിയിരുന്നെങ്കിൽ രസമായി കാണാമായിരുന്നു. പക്ഷെ നോക്കാം, ഇനി ഡെവൻപോർട്ട് പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അവിടെ എന്താ നോക്കാം. ഡെവൻപോർട്ടിലെത്തി. ഇവിടെ ഒന്നും ഇല്ല. ഇപ്പോൾ രാത്രിയായി, കടകളെല്ലാം അടച്ചു. നമ്മളിപ്പോൾ ഇവിടെ എന്തെങ്കിലും വന്ന് ജസ്റ്റ് എന്തെങ്കിലും കണ്ടിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചത്. ഇപ്പോൾ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അല്ലേ? എല്ലാം പെട്ടെന്നായിരുന്നു ഇറങ്ങലും. അവരെന്നെ വിചാരിച്ചിട്ടുണ്ടാവും ഇതെന്താ ഇവര് കാണിക്കണേ. ഞങ്ങൾ ഇറങ്ങി 10 അടി നടന്നു, തിരിച്ച് വീണ്ടും കയറി. നമ്മൾ കാർ പാർക്കിങ്ങിൽ വെറുതെ കുറെ സമയം കളഞ്ഞോണ്ടാണ്. എന്തായാലും ഇനി തിരിച്ച് ഓക്ലാൻഡിലെത്തിയിട്ട് നോക്കാം അവിടെ എന്തെങ്കിലും ഉണ്ടോ. ഫൈനലി നമ്മുടെ ഇന്നത്തെ പ്രയാണത്തിന് ശേഷം നമ്മളിത് വീട്ടിലെത്തിയിരിക്കുന്നു. അമ്മി ടയേർഡായി, കുറേ കാലത്തിന് ശേഷം പുറത്തൊക്കെ ഇറങ്ങി ഒന്ന്. അയ്യോ, ചുറ്റി നടന്നപ്പോഴേക്കും വയ്യാണ്ടായി. പണ്ടത്തെ പോലെ ഒന്നല്ല കേട്ടോ, പറ്റുന്നില്ല അങ്ങോട്ട്. ഹീൽസൊന്നും ഇട്ട് നടക്കാൻ പറ്റുന്നില്ല. ഞങ്ങളിന്ന് 2 കാര്യം പഠിച്ചു. ഒന്ന്, പാർക്കിംഗ് ചെയ്ത് എപ്പോഴും ഫോട്ടോ എടുത്തിട്ട് പോവുക. 2, ഹീൽസ് ഇടുന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ചെരുപ്പ് കൈ വയ്ക്കുക. പിന്നെ 3, ഒന്നുകൂടെ വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നമ്മളെല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കണം എന്നില്ല. അപ്പം അങ്ങനെ 3 മോറൽ ഓഫ് ദ സ്റ്റോറി ഇന്നത്തെ ഈ ഒരു നമ്മുടെ പ്രയാണത്തിൽ നിന്ന് പഠിച്ചു എന്ന് പറയാം. അപ്പം എന്തായാലും ഇന്നത്തെ ഇത് നമ്മുടെ കഴിഞ്ഞു. ഇനി എന്തായാലും പുതിയൊരു അടിപൊളി വ്ളോഗുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, see you.